ശാന്തി. ഗൗതമ ബുദ്ധൻ്റെ ജീവിതം ലക്ഷ്യത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ കുതിപ്പിലേക്ക് എങ്ങനെ വേണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഗൗതമ ബുദ്ധൻ്റെ അച്ഛനായിരുന്ന രാജാവ് വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം സാമ്രാജ്യത്തിനൊരവകാശം കിട്ടി, ഒരു മകനെ കിട്ടി. പേരിടൽ ചടങ്ങിൽ എത്തിച്ചേർന്നതായിരിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു, രാജൻ ഒന്നുകിൽ ഈ കുട്ടി ഒരു വലിയ ചക്രവർത്തിയാവും, അല്ലെങ്കിൽ ഒരു സന്യാസിയാവുമെന്ന്. അക്കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു, രാജൻ, ഇദ്ദേഹം ജീവിതത്തിൽ വലിയൊരു സന്യാസി തന്നെയാകും എന്നതാണ് കാണുന്നത്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഇല്ലാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മകനെയും സന്യാസത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനായി എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ദുഃഖത്തിൻ്റെ അംശം പോലും ഈ കുട്ടി കാണാനിടയായാൽ ആ നിമിഷം ജീവിതത്തോട് വിരക്തി വന്നേക്കാം. മരണം കണ്ടാൽ ഞാനും മരിക്കുന്നതല്ലേ എന്ന് ചിന്തിച്ചേക്കാം. വൃദ്ധനെ കണ്ടാൽ നാളെ ഞാനും വൃദ്ധനാവില്ലേ എന്ന് ചിന്തിച്ചേക്കാം. ദുഃഖമോ ശോകമോ ഉള്ള ഒരവസ്ഥ കാണാനിടവന്നാൽ ഈ കുട്ടിക്ക് ജീവിതത്തോട് തന്നെ വിരക്തി വന്നേക്കാം. അതുകൊണ്ട് യാതൊരു ദുഃഖങ്ങളും കാണിക്കാതെ ഇവനെ വളർത്താൻ പറഞ്ഞു. അങ്ങനെ ആ രാജ്യത്തിൽ വയസ്സന്മാരെ ആരും കൊട്ടാരത്തിലേക്കോ പരിസരത്തേക്കോ കൊണ്ടുവരാതെ, വൃദ്ധന്മാരെ കാണിക്കാതെ, മരണം കാണിക്കാതെ, ദുഃഖത്തിൻ്റെ യാതൊരു ദൃശ്യങ്ങളും രാജകുമാരൻ്റെ മുന്നിൽ വരാതിരിക്കണം എന്ന ആജ്ഞയോടെ ആ കുഞ്ഞിനെ വളർത്തിയെടുത്തു. വളർന്ന് വലുതായി സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ചു. ആ സമയത്ത് രാജ്യത്തിൻ്റെ ഒരു വസന്തോത്സവത്തിൽ രാജകുമാരന് പങ്കെടുത്തേ തീരൂ. പങ്കെടുക്കാൻ വേണ്ടി ആദ്യമായി കൊട്ടാരത്തിന് പുറത്തേക്കുള്ള യാത്ര. നേരത്തെ രാജാജ്ഞ ഉണ്ടായിരുന്നു, ഈ രാജകുമാരൻ കാണരുതാത്ത ദൃശ്യങ്ങളൊന്നും തന്നെ വരരുതെന്ന്. പക്ഷെ അതിവിശാലമായിരിക്കുന്ന രാജ്യം, സാധാരണ പ്രജകൾ. രാജകുമാരൻ പുറത്തിറങ്ങിയപ്പോൾ കാണുകയാണ്, ഒരാൾ വളഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് വിറച്ച് നടക്കുന്നു. ആദ്യമായിട്ടൊരു വൃദ്ധനെ കണ്ട രാജകുമാരൻ ചോദിക്കുകയാണ്, ഇതെന്താ ഈ കാണുന്നത് എന്ന്. അപ്പോൾ പറയും, അയാൾക്ക് വാർദ്ധക്യമായി രാജകുമാരൻ, അതാ കാണുന്നത് എന്ന്. ഇയാൾ എന്തിനാ കുനിഞ്ഞു നടക്കുന്നത് എന്ന് പറയും. അത് അങ്ങോട്ട് പറയരുത് എന്നാണ് ഞങ്ങൾക്കുള്ള ആജ്ഞ. ഞാൻ രാജാവാണ്, നീ പറഞ്ഞേ പറ്റൂ, എന്തുകൊണ്ട് ഇയാൾ വളഞ്ഞു നടക്കുന്നു? ഇത് വാർദ്ധക്യത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാവും രാജൻ. എല്ലാ മനുഷ്യന്മാർക്കും വരുന്ന അവസ്ഥയാണിത്. ഇനി വാർദ്ധക്യം വന്നാൽ എല്ലാവരുടെ ശരീരങ്ങളും ഇതുപോലെ വളയും. അത് ശരി, നാളെ ഞാനും ഇതുപോലെയാവോ? രാജകുമാരൻ്റെ ചോദ്യം. ഉത്തരം ആരും ഒന്നും മിണ്ടിയില്ല. കുറച്ചുകൂടി തേര് മുന്നോട്ട് പോയി മരിച്ച ഒരു കുട്ടിയുടെ ഡെഡ് ബോഡിയും കൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുന്നു. രാജകുമാരൻ ചോദിക്കുകയാണ്, ഇതെന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഇവനെ കെട്ടിക്കൊണ്ടു പോകുന്നത്? എന്തിനാണ് ഇവനെ തുണിയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് എന്നൊക്കെ. മരണം രാജകുമാരൻ അതുവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പറയും, രാജൻ, ആ കുട്ടി മരിച്ചുപോയി. മരണോ? അങ്ങനെയെങ്കിൽ നാളെ ഞാനും മരിക്കില്ലേ? രാജകുമാരൻ ചോദിക്കുന്നു. ആ ഒരൊറ്റ ചിന്ത അടുത്ത നിമിഷം രാജകുമാരൻ ഓർമ്മിക്കുകയാണ്, നാളെ എനിക്കും ഇത് സംഭവിക്കില്ലേ? എന്നാൽ ഇതിൽ നിന്ന് എല്ലാവരുടെയും ദുഃഖം ഇല്ലാതാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അടുത്ത സെക്കൻഡിൽ തീരുമാനം. രാജകുമാരൻ അന്ന് വസന്ത ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയില്ല. യാത്ര അവിടെ അവസാനിച്ചു. അന്ന് രാത്രി തൻ്റെ കൊട്ടാരം വിട്ടുപോയി. ഇവിടെ ആയിരിക്കണം നമ്മുടെയും ജീവിതത്തിൻ്റെ തീരുമാനം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലക്ഷ്യം നേടണം എന്ന് നിശ്ചയിച്ച ഒരാൾ തൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ വേണ്ട തീരുമാനമെങ്കിൽ, നല്ലതെങ്കിൽ അത് ഇപ്പോൾ തന്നെ എന്ന ഒരു ക്വിക്ക് ഡിസിഷൻ, പെർഫെക്റ്റ് ഡിസിഷൻ, ഇത് തന്നെയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. കാലം കടന്നുപോയി. സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധനായി. തിരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ വന്നു ഒരിക്കെ ഭിക്ഷ യാചിക്കാൻ. വാതിൽ തുറന്ന യശോധര ചോദിക്കുകയാണ്, എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് അങ്ങേക്ക് പോയിക്കൂടായിരുന്നോ? അപ്പോൾ പറയുകയാണ് ബുദ്ധൻ, ചോദിച്ചാൽ നീ എന്നെ പോവാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ ഇറങ്ങിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, പോയ ആളല്ലല്ലോ ഞാൻ വന്നത്. പോയ ആൾ വേറെയായിരുന്നു, വന്ന ആൾ വേറെയല്ലേ? വന്ന ആൾ അതിനേക്കാൾ നന്നായിട്ടല്ലേ വന്നത് എന്ന്. അതുകൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലേക്ക് തീരുമാനമെടുക്കുന്ന സമയത്ത് അത് ക്വിക്കായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും ആ ഡിസിഷനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ നിശ്ചയവുമായി മുന്നോട്ട് പോയ ആൾ ലക്ഷ്യം നേടി തിരിച്ചു വരണം എന്ന ദൃഢനിശ്ചയത്തിൻ്റെ പാത വിജയത്തിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടി അതുതന്നെയാണ്.
അതുകൊണ്ട് ജീവിതത്തിൽ ഏത് ലക്ഷ്യം വേണമെന്ന് നിശ്ചയിക്കുകയും അതിനു വേണ്ട ദൃഢനിശ്ചയമെടുക്കാനും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.